നമസ്കാരം, ഷെബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് കൊണ്ടുള്ള ഒരു ഐറ്റമാണ് പ്രോൺസ് കട്ട്ലേറ്റ്. കട്ട്ലേറ്റ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കാറ്. ഇത് അതുപോലെയല്ല, ഇത് തേങ്ങയും മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ നമ്മൾ മേടിച്ചത് കുറച്ചേ ഉള്ളൂ, പക്ഷെ നമുക്ക് സെർവ് ചെയ്യാൻ കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. കട്ട്ലേറ്റ് ആക്കിയാലേ കുറെ അധികം ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഇത് എന്റെ വീട്ടില് അമ്മച്ചി എപ്പോഴും ചെയ്യുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഇതിന് ചെമ്മീൻ വട എന്നാണ് പറയാറ്. അപ്പോൾ ചെമ്മീൻ വട അല്ലെങ്കിൽ പ്രോൺസ് കട്ട്ലേറ്റ് എന്തും നിങ്ങൾക്ക് വിളിക്കാം. ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ടറായിട്ടും സെർവ് ചെയ്യാം. സ്റ്റാർട്ടറായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്, അതുപോലെ തന്നെ ചോറിന്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ഒരു നാടൻ ടേസ്റ്റ് ആണ് ഇതിന്. അതുപോലെ തന്നെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഇതുവരെ ഷെബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പ്രോൺസ് കട്ട്ലേറ്റ് തയ്യാറാക്കുന്നത്. ഇത്രയാണ് പ്രോൺസ് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അതിൽ മെയിനായിട്ട് പ്രോൺസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് തേങ്ങ വേണം, മുട്ട വേണം, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് കുടംപുളിയാണ്. വളരെ ഒരു ചെറിയ പീസാണ് കുടംപുളി വേണ്ടത്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. വഴറ്റാനായിട്ട് വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഫ്രൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ഓയിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പ്രോൺസ് കട്ട്ലേറ്റ് റെഡിയാക്കുന്നതെന്ന്. ഞാനിവിടെ 250 ഗ്രാം പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്യുന്നതിന് മുൻപുള്ള വെയിറ്റ് ആണ് പറയുന്നത്, 250 ഗ്രാം. ആദ്യം തന്നെ പ്രോൺസ് നന്നായിട്ട് വൃത്തിയാക്കാം. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിന്റെ വെയിനൊക്കെ നന്നായിട്ട് എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്യണം. ഞാൻ ഇപ്പം എടുത്തിരിക്കുന്നത് കിങ് പ്രോൺസ് ആണ്, കുറച്ച് വലിയ പ്രോൺസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറിയ പീസസ് ആക്കി മുറിച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ചെറിയ പ്രോൺസ് ആണ് എടുക്കണമെങ്കിൽ ഇങ്ങനെ പീസസ് ആക്കണമെന്നില്ല, അപ്പാടെ തന്നെ ഇടാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിടാം. ഇതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി, അത്രേ ഉള്ളൂ പ്രോൺസ്. അപ്പോൾ 1/4 ടീസ്പൂണൊന്നും വേണ്ട, ഒരു 2-3 പിഞ്ച് അത്ര മഞ്ഞൾപ്പൊടിയേ വേണ്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 തുള്ളി വെളിച്ചെണ്ണ. ഇത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് കുക്ക് ചെയ്യാം. ഇപ്പം ഇത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയി. ഇത് വളരെ കുറച്ച് പ്രോൺസേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മൺചട്ടി യൂസ് ചെയ്യാത്തത്. നിങ്ങൾക്ക് മൺചട്ടി യൂസ് ചെയ്താലും മതി. എൻ്റെ അത്രയും ചെറിയ മൺചട്ടി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പാൻ യൂസ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു പീസ് കുടംപുളി ഇടുന്നുണ്ട്. ഇത് കുടംപുളിയുടെ രുചി വരാൻ വേണ്ടിയിട്ടല്ല, ഒരു ചെറിയൊരു പുളിരസം. അപ്പൊ അതൊരു കുടംപുളിയുടെ രുചി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നത്. വളരെ ഒരു ചെറിയ പീസാണ് ഇടുന്നത്. ഇനി നിങ്ങൾക്ക് കുടംപുളിയുടെ രുചി വേണ്ട എന്നുണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഒരല്പം നാരങ്ങ നീരെങ്ങാനും ചേർത്താൽ മതി. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിക്കാം. ഇതൊന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം അത്രേ വേണ്ടുള്ളൂ. നിങ്ങൾക്കറിയണ്ടാവും പ്രോൺസ് അധികം സമയം എടുക്കില്ല വേവാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നാലും ഞാനൊന്ന് മൂടിയിട്ട് സിമ്മാക്കി ഇടും. ഒരു 5 മിനിറ്റ് ഒക്കെ മതി, അപ്പോഴേക്കും നന്നായിട്ട് പ്രോൺസ് വെന്ത് വരും. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് മൂടി വെക്കാൻ പോവാണ്. എന്നിട്ട് ഏറ്റവും കുറവ് തീയിലാണ് ഇടുന്നത്. ഒരു 5 മിനിറ്റ്, അതിനുശേഷം തിരിച്ചു വരും. ഇപ്പോൾ ഇതിരുന്ന് കുക്കാവാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റായി. ഞാൻ ഇത് ഓപ്പൺ ചെയ്യാണ്. ഇപ്പം ഇത് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പീസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ തീ ഒന്ന് അല്പം കൂട്ടി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ആദ്യം ഒഴിക്കുമ്പോൾ. കാരണം പ്രോൺസിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് കുറേ വെള്ളമായി മാറരുത്. അപ്പോൾ ഒരല്പം വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി മാക്സിമം. പ്രോൺസ് കരിയാതിരിക്കാനുള്ള ഒരു വെള്ളം അത്രയും മതി. ഇപ്പം ഇതാ ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത്രയും മതി. വെള്ളം വറ്റുന്നത് വരെ ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീ നിർത്താം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ആ കുടംപുളി എടുത്ത് മാറ്റാം. ഇനി ഈ പുളിയുടെ ആവശ്യമില്ല. ഇപ്പോൾ പുളിയൊക്കെ പ്രോൺസിലേക്ക് പിടിച്ചു കാണും. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ പ്രോൺസ് ചൂടാറാനായിട്ട് അപ്പുറത്തോട്ട് മാറ്റി വെച്ചു. ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറേ എണ്ണ ഒഴിക്കണ്ട, കാരണം നമുക്ക് വഴറ്റാൻ ആവശ്യമുള്ള എണ്ണ മാത്രം മതി. അല്ലെങ്കിൽ ഇത് കട്ട്ലേറ്റിനുള്ളിലൊക്കെ ഭയങ്കര എണ്ണമയായി മാറും. ഇനി നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറേ എണ്ണ ആദ്യം തന്നെ ഒഴിക്കേണ്ട. ഇതിലേക്ക് 2 ചെറിയ സവോള ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടിടുക. ഇത് വേഗം വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ട് വാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക്കിൻ്റെ പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ്,
ഒരു 4 പച്ചമുളക് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടിടുക. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില അതും ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടിടുക. സാധാ കറികളിൽ ഇടുന്ന പോലെ നേരിട്ട് ഇടരുത്, മുറിച്ചിട്ട് തന്നെ ഇടണം. കാരണം നമ്മൾ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ കട്ട്ലേറ്റില് വലിയ പീസസ് കിടന്നാല് അത് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞു വരുന്നവരെ ചെറിയ തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇത് നന്നായി വഴണ്ടി വന്നതിന് ശേഷം തിരിച്ചു വരാം. പ്രോൺസ് തണുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമ്മൾ കട്ട്ലേറ്റിന് ബീഫും ചിക്കനും ഒക്കെ പൊടിച്ചെടുക്കുന്നത് പോലെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. കൂടുതൽ നേരം ചെയ്താലേ ഇത് അരഞ്ഞ പോലെയാവും. അതുപോലെ ആവരുത്, പൊടിയായിട്ടാണ് കിട്ടേണ്ടത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് പൾസ് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ ഇത് പൊടിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പൊടിഞ്ഞാണ് കിട്ടുന്നത്, അരഞ്ഞു പോരുത്. പിന്നെ ഇത് മാറ്റി വെക്കാം. ഈ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി. ഇപ്പൊ പ്രോൺസിലും ഇതിലും ഇട്ടത് കൂട്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് മൊത്തം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. അപ്പൊ മൊത്തത്തില് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അത് രണ്ടും കൂടെ ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇടുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇതിനകത്തോട്ട് മിക്സ് ആക്കാം. തേങ്ങയുടെ അളവ് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. നിങ്ങൾക്ക് ഇത്ര തേങ്ങ വേണമെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കാം. ഇനി ഇതിലേക്ക് ഈ പ്രോൺസ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് എല്ലാം മിക്സ് ആക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയാൽ മതി. അല്ലാതെ വല്ലാതെ ഇത് മുരിയൊന്നും വേണ്ട. ഇപ്പൊ ഇത്രയും മതി. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി ഇതൊന്നിരുന്ന് ചൂടാറിയതിനു ശേഷമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ചൂടാറിയതിനു ശേഷം തിരിച്ചു വരാം. ഇപ്പൊ ഇത് അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മൊത്തത്തിൽ 2 മുട്ടയാണ് ചേർക്കുന്നത്. ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് ചേർക്കുക. ഇതിനകത്ത് ഈ ബൈൻഡിങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മുട്ടയാണ്. സാധാരണ കട്ട്ലേറ്റുകളിലെ ഉരുളൻകിഴങ്ങ് ചേർക്കുന്നത് പോലെ ചേർക്കുന്നതാണ് ഈ മുട്ട. ഇനി ഇത് കട്ട്ലേറ്റിന്റെ വലുപ്പമാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഷേപ്പ് ആക്കേണ്ടത് അതിനനുസരിച്ചിട്ട് ഷേപ്പ് ആക്കാം. വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിൽ, അല്ലെങ്കിൽ കുറച്ച് ഓവൽ ഷേപ്പാണ് വേണമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാം ഉരുട്ടിയതിന് ശേഷം തിരിച്ചു വരാം. ഇപ്പോൾ ഇതാ ഒരു 15 കട്ട്ലേറ്റോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മുട്ടയുടെ വെള്ളം എടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുട്ടയുടെ വെള്ളയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് മാറ്റി വെക്കാം. മുട്ടയുടെ വെള്ളയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ മുക്കാം. മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് ആ കൈ കൊണ്ട് തന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയാൽ കുറേ ബ്രെഡ് ക്രംസ് വെറുതെ വേസ്റ്റ് ആയി പോകും. ഞാൻ എല്ലാ കട്ട്ലേറ്റും ഉണ്ടാക്കുമ്പോഴും പറയുന്നതാണ്. ഇനി ബ്രെഡ് ക്രംസിൽ ഇത് നന്നായിട്ട് മുക്കിയെടുക്കാം. ഇതുപോലെ എല്ലാ കട്ട്ലേറ്റും മുക്കിയെടുത്തതിന് ശേഷം തിരിച്ചു വരാം. അപ്പോൾ ഞാനിത് എല്ലാം എഗ്ഗിൻ്റെ വൈറ്റിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും മുക്കി വെച്ചിട്ടുണ്ട്. ഇത് വറുക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ഓയിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും വറുക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ഈ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ കട്ട്ലേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഓയില് നികത്തി തന്നെ ഒഴിക്കണമെന്നൊന്നുമില്ല. ഒരു അരഭാഗം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിച്ചാലും മതി. എണ്ണ ചൂടായാലേക്ക് നിങ്ങൾ കട്ട്ലേറ്റ് ഇടുക. അപ്പോൾ കട്ട്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും, ഉള്ളിലേക്ക് വേവ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ജസ്റ്റ് മറിച്ചിടാൻ പോവാണ്. മറിച്ചിട്ടിട്ടും ഇതുപോലെ തന്നെ ഒരു 2-3 മിനിറ്റ് കൂടെ മൊരിയിക്കാം. ഇപ്പോൾ ഇത് 2 ഭാഗം ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു അല്പം തീ കൂട്ടിയിട്ടിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് എണ്ണയിൽ നിന്ന് എടുത്താൽ ഇതിൻ്റെ ഉള്ളിലത്തെ എണ്ണയൊന്നും അങ്ങോട്ട് ഇറങ്ങില്ല. അപ്പം അതുകൊണ്ടാണ് തീ കൂട്ടി വെച്ചിട്ട് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് എടുക്കുകയാണ്.
ഇപ്പം ഞാൻ ഈ 5 കട്ട്ലേറ്റും എടുത്തു. ഇനി പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ എല്ലാ കട്ട്ലേറ്റും മൊരിച്ചെടുത്തതിന് ശേഷം തിരിച്ചു വരാം. അപ്പോൾ ഇതാ പ്രോൺസ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഷെബീസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്ത റെസിപ്പിയെ കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.